بسم الله الرحمن الرحيم ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ജീവിതങ്ങൾ പരീക്ഷണങ്ങളാൽ നിബിഡമാണ്. ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖം നൽകി, സമ്പത്ത് നൽകി നമ്മളെ പരീക്ഷിച്ചേക്കാം. അതല്ലെങ്കിൽ അള്ളാഹിന്റെ പരീക്ഷണം കടന്നു വരുന്നത് പ്രയാസങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, ദാരിദ്ര്യത്തിലൂടെ. ഇത് രണ്ടും വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചതാണ്. മനുഷ്യന്റെ ഓരോ ജീവിതത്തിന്റെ ഘട്ടങ്ങളും ഇനി എങ്ങനെ സൗഭാഗ്യം ലഭിച്ചാലും ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ വിഷയമാണ്. മനുഷ്യനെ അള്ളാഹു തആല പടച്ചത് ക്ലേശങ്ങളിലാണ്. ഒരു ബുദ്ധിമുട്ടുകളും ഒരു പ്രയാസങ്ങളും അറിയാതെ ഈ ലോകത്തുനിന്ന് വിട പറയാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. എന്നാൽ നമ്മളുടെ ജീവിതത്തിന്റെ ചില ടേണിംഗ് പോയിന്റുകളിൽ സ്വാഭാവികമായും നമുക്കൊരു പക്ഷേ പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മളുടെ ജോലിയിലെ പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മളുടെ ഉപജീവനത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ വല്ലാതെ ബേജാറാവാറുണ്ട്. എന്നാൽ അതിനുള്ള പരിഹാര മാർഗം, അതിനെ ഏത് രീതിയിലൂടെ തരണം ചെയ്യണമെന്ന രീതി അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട മനുഷ്യൻ കുറുക്കുവഴികളെ സ്വീകരിക്കാറുണ്ട്. പല മേഖലകളെയും അള്ളാഹുവിന്റെ മാർഗത്തിനെ കൈയൊഴിയാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉപജീവനത്തിന്റെ ബേജാറുകളെ ഇല്ലായ്മ ചെയ്യാൻ, അതിന്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി നമ്മളോട് പറഞ്ഞ വിഷയം ആ അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കുക എന്നുള്ളതാണ്. അല്ലാഹ്ക്ക് മാത്രമായി ആരാധനകൾ നിർവഹിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ വിചാരിക്കും അത്ര സമയം കൂടെ മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടി ഓടി എന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ ചുരുക്കിക്കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഇബാദത്തുകളുടെ വിഷയത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ഇല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേരെ സംസാരിക്കുന്ന രീതികളിലൂടെ ഖുദ്സിയായ ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, യബ്ന ആദം, അല്ലയോ ആദം സന്തതികളെ, തഫറഅ ലിഇബാദതി, എന്നെ ആരാധിക്കാൻ വേണ്ടി നിങ്ങൾ മുഴുകണം, എന്നെ ആരാധിക്കാനായിട്ട് നിങ്ങൾ ഒഴിഞ്ഞിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളെ പടച്ച അള്ളാഹുവിനാണ്, നമ്മളുടെ മനസ്സുകളെ പടച്ച അള്ളാഹുവിനാണ്, നമ്മളുടെ റൂട്ടുകൾ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനാണ്, നമ്മളുടെ ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്ന അള്ളാഹുവിനാണ് നമുക്കുള്ള പരിഹാരങ്ങളെ നിർദ്ദേശിച്ചു തരാൻ കഴിയുന്നത്. ആ റബ്ബാണ് നമ്മളോട് പറയുന്നത്, തഫറഅ ലിഇബാദതി, എന്നെ ആരാധിക്കാനായി നീ ഒഴിഞ്ഞിരിക്കണം, അഥവാ അള്ളാഹ്ക്ക് വേണ്ടി ആരാധനകൾ ചെയ്യണം. ഇബാദത്തുൻ അംലഉ സദറക ഐന, കാരണം ആരാധന എന്നുള്ളത്, ആ ആരാധന അംലഉ സദറക ഐന, നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യം നിറച്ചു തരും. വഅസദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യത്തിനെ തടുത്തു വെക്കും. വഇല്ലാ തഫഅൽ, നീ അങ്ങനെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മലഅതു യദൈക ശുഅല, നിന്റെ മുന്നിൽ ഒരുപാട് ജോലികൾ ഉണ്ടാകും, തിരക്കുകൾ ഉണ്ടാകും. വലം അസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യത്തിന് ഞാൻ തടയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് ഹദീസാണ്. അല്ലാഹു തആല നേർക്കുനേരെ സംസാരിക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് അതിനെ ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. നമ്മൾ അല്ലാഹ്ക്ക് വേണ്ടി ആരാധന ചെയ്തിട്ട്, ഇബാദത്തുകൾ ചെയ്തിട്ടാണ് നമ്മളുടെ ഉപജീവനത്തിനുള്ള മാർഗത്തിൽ നമ്മൾ ഇറങ്ങുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിന്റെ ഹൃദയത്തിന് ഐശ്വര്യങ്ങളെ നിറച്ചു തരാൻ, അതുപോലെ നിന്റെ ദാരിദ്ര്യത്തെ തടഞ്ഞു തരുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതല്ല, നീ അല്ലാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നിന്നിൽ ഇല്ലെങ്കിൽ നിന്റെ മുന്നിൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും.
രാവും പകലും ജോലിക്ക് വേണ്ടി നീ ഓടും. നമ്മളുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഓടി വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കും, ഉറക്കങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഇന്നാലും അതിൽ നിന്നൊരു മോചനമില്ലാതെ വലമ്മ സുദ്ദ ഫഖറക്, നിന്റെ ദാരിദ്ര്യത്തിനെ അല്ലാഹു തആല തടുക്കുകയില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരാധനകൾ ഉണ്ടാക്കും അള്ളാഹ്ക്ക് വേണ്ടി. സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള ആരാധനകളുണ്ടോ, അല്ലാഹു തആല ഉപജീവനത്തിന്റെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു തരുമെന്ന്. രണ്ടാമത്തെ പോയിന്റ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തഖ്വയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള, അഥവാ അള്ളാഹു ഏതൊരു കാര്യം നമ്മളോട് കൽപ്പിക്കുന്നുവോ ആ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടുള്ള, ഏതൊരു കാര്യം നമ്മളോട് വിരോധിക്കുന്നുവോ ആ കാര്യങ്ങളെ ഉപേക്ഷിച്ച് അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമുണ്ടോ, പരിഹാരമുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ആര് അല്ലാഹനെ സൂക്ഷിക്കുന്നുവോ യജ്അൽ ലഹു മഖ്റജാ, അവന് പുറത്തേക്കുള്ള ഒരു പോംവഴി, അവനുള്ള പരിഹാരമാർഗം അല്ലാഹു ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. അല്ലാഹു ഏർപ്പെടുത്തി കൊടുക്കും. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയാ, വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഒരിക്കലും വിചാരിക്കാത്ത രൂപത്തിൽ അവന്റെ റിസ്ഖിനെ, ഉപജീവനത്തെ അല്ലാഹു തആല അവന് വേണ്ടി നൽകുമെന്നാണ്. നമ്മൾ അള്ളാഹുവിനോട് സൂക്ഷ്മത പാലിച്ച് ജീവിക്കാനുള്ള മനസ്സുണ്ടോ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തിന്മയും എന്നിലേക്ക് കടന്നു വരാത്ത. പ്രിയമുള്ളവരെ, നമുക്ക് വരുന്ന പ്രയാസം സാമ്പത്തികമാണെന്ന് നമ്മൾ കരുതുക. ആ സാമ്പത്തികത്തിന്റെ വിഷമത്തിൽ നിന്ന് ഊരാൻ നമ്മൾ കാണുന്ന വഴികൾ എന്തായിരിക്കും? നമ്മളുടെ ചുറ്റുമായി ഒരുപാട് പലിശയുടെ സംവിധാനങ്ങൾ. വാഹനത്തിന് ലോൺ വേണോ, വീടിന് ലോൺ വേണോ, അതുപോലെ പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ വരെ കയറിയിറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കാൻ, ഒറ്റ അടിക്കന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എനിക്ക് ഏറ്റവും നല്ല കുറുക്കുവഴി എന്താണ്? ഞാൻ ഈ പലിശയിലേക്ക് അകപ്പെടലാണ്. അവിടെ അള്ളാഹുവിന്റെ പ്രതീക്ഷ നമ്മളിൽ ഇല്ലാതെ പോയി. അള്ളാഹു തന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് അസ്തമിച്ചു പോയി. പ്രിയമുള്ളവരെ, ആ അള്ളാഹനെ നിങ്ങൾക്ക് സൂക്ഷ്മതയുണ്ടോ? യർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ ആരും വിചാരിക്കാത്ത രൂപത്തില് അള്ളാഹു നിങ്ങൾക്കുള്ള പോംവഴി തരുമെന്ന് പറഞ്ഞത് റബ്ബാണ്, അള്ളാന്റെ കലാമാണ്, അള്ളാന്റെ ഖുർആനാണ്. പക്ഷെ അവിടേക്ക് വരാൻ നമ്മളുടെ മനസ്സിങ്ങനെ പാകപ്പെടില്ല. നമ്മൾ വിചാരിക്കും ഏറ്റവും എളുപ്പ വഴി പെട്ടെന്ന് തീരാൻ വേണ്ടി അല്ലേ, ഭാര്യയുടെ കയ്യിൽ നിന്ന് ഗോൾഡ് വാങ്ങുക, ഏറ്റവും അടുത്ത ഫിനാൻസ് കൊണ്ടുപോയിട്ട് പണയപ്പെടുത്തുക. നമ്മളെന്താ വിചാരിച്ച് ഒറ്റടിക്ക് പൈസ കിട്ടുന്ന? നമ്മളിങ്ങനെ ആലോചിക്കുക, വിറ്റാൽ എന്റെ കയ്യിൽ നിന്ന് പോയില്ലേ. സ്വർണ്ണം വെക്കണം എന്നൊന്നും പ്രചോദനം നൽകാനല്ല ഖുത്ബയിൽ പറഞ്ഞത്, മറിച്ച് ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു എളുപ്പ വഴിയെ, പരിഹാര മാർഗത്തിനെ നമ്മൾ കാണണ്ട. അല്ല പറയാൻ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കുന്ന തഖ്വ ഉണ്ടോ? തഖ്വ എന്ന് പറഞ്ഞ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല, ഉബയ്യ് എന്തിനാ തഖ്വ എന്ന് പറയാ? അമീറുൽ മുഅ്മിനീൻ, അമാ സലക്ത ത്വരീഖൻ ഫീഹി ഷൗഖ്, മുള്ളുള്ള വഴികളിലൂടെ നടന്നു പോയില്ലേ, അപ്പൊ മാതാ ഫഅൽസ്, താങ്കൾ എന്താ ചെയ്യാറുള്ളത്? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉശമ്മിസു അൻസാഖി, എന്റെ മുണ്ട് ഞാനിങ്ങനെ കയറ്റി പിടിക്കും, വൻദുർ ഇലാ ഖദമി, എന്റെ കാലിലേക്ക് ഞാനിങ്ങനെ നോക്കും, എന്നിട്ട് ഓരോ മുള്ളും എന്റെ കാലിൽ തറക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് സൂക്ഷ്മതയില്ല നടക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അതാണ് തഖ്വ, അതാണ് തഖ്വ. പാപങ്ങളെ സൂക്ഷിച്ചുള്ള ജീവിതം ഉണ്ടാവുക. അതുപോലെ തന്നെ അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിലൂടെ പകർത്തുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി നോക്കി. അള്ളാഹുൽ നമുക്ക് വിശ്വാസമില്ലേ പ്രിയമുള്ളവരെ? ഇല്ലേ? ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിരിക്കുമ്പോൾ ആ ഡ്രൈവറിന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല, അയാളെങ്ങനെ വണ്ടി ഓടിക്കാന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ എത്ര കൂളായിട്ടാ നമ്മളിരുന്ന് പുറത്തേക്ക് നോക്കുന്നേ. ആ ഡ്രൈവറോട് കൊടുക്കുന്ന ഒരു കോൺഫിഡന്റ് പോലും നമ്മളെ പടച്ചോനിൽ നമ്മൾ കൊടുക്കണില്ലേ? നിങ്ങൾക്ക് പുറത്ത് കിടക്കാനുള്ള, അറബ് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്ത ആളുകൾ എയർപോർട്ടിൽ മഹ്റജ് കാണും, എക്സിറ്റ്, പുറത്തു കിടക്കാനുള്ള വഴിയാണ്. ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് ഊരി പുറത്തു കിടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പരിഹാരം തരുമെന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്, അള്ളാന്റെ ഖുർആൻ പറഞ്ഞു തവക്കുല.
തവക്കുല്. ഒരു ബേജാറുമില്ലാതെ അധ്വാനിക്കാൻ നമുക്ക് കഴിയണം. തവക്കുൽ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പടച്ചോനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കലല്ല. നമ്മളുടെ കയ്യും കാലൊക്കെ പ്രവർത്തിക്കും അല്ലെ, പക്ഷേ ഹൃദയം ശാന്തമായിരിക്കും. ഉള്ളില് അസ്വസ്ഥത വരാത്ത രൂപത്തില് അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും ശാന്തമായി അധ്വാനിക്കും. ഒരു മൂലയിൽ ഇരിക്കുന്നില്ല, അധ്വാനിക്കും. പക്ഷേ എല്ലാ കാര്യവും എന്റെ അള്ളാഹുവിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്റെ റബ്ബ് എനിക്കത് നിർവഹിച്ചു തരുമെന്നുള്ളതാണ്. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹ് ഹഖ തവക്കുലിഹി, അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട രൂപങ്ങളിലൂടെ ആ റബ്ബിനെ നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ലറസഖകും കമാ യർസുഖു തയ്യിർ, ഒരു പക്ഷിക്ക് ഉപജീവനം കൊടുക്കുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് തരുന്നതാണ്, ഉപജീവനങ്ങളെ തരുന്നതാണ്. ഒരു പക്ഷിക്ക് എങ്ങനെയാണോ അല്ല റിസ്ക് കൊടുക്കുന്നത്, അതുപോലെ നിങ്ങൾക്കുള്ള ഉപജീവനം അല്ല തരുന്ന. നമുക്ക് ഒരുപാട് പ്ലാനിങ് ഉണ്ടാവും, വീക്ക്ലി പ്ലാനും മന്ത്ലി പ്ലാനും ഇയർലി പ്ലാനും. ഒരു വർഷത്തേക്കുള്ള പദ്ധതികൾ നമ്മൾ തയ്യാറാക്കും അല്ലെ. നാളെ എന്ത് വേണമെന്നുള്ള കരുതലും നമ്മുടെ കയ്യിലുണ്ട്. ഇസ്ലാം നമ്മളോട് പറഞ്ഞതാണ്, കരുതലുകൾ വേണം, സൂക്ഷ്മതകൾ വേണം, ഒക്കെ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പക്ഷികൾ ആലോചിച്ചിട്ടുണ്ടോ? അവരൊരിക്കലും പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് വരാത്ത രൂപത്തിൽ അവർക്കുള്ള റിസ്ക് കൊടുക്കുന്നവനാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നമുക്കുള്ള റിസ്ക് തരും. അല്ലാഹുവിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എന്ത് പ്രശ്നത്തിലും എന്നെ പരിഹരിക്കാൻ, എന്നെ രക്ഷപ്പെടുത്താൻ. മനുഷ്യന്റെ കഴിവ് മുഴുവൻ അസ്തമിക്കുന്നിടത്തും. അതുകൊണ്ടാണ് തവക്കുൽ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് തഖ്വയുടെ വിഷയം പറഞ്ഞിട്ട് അല്ല പറഞ്ഞു, അവിടെ അള്ളാഹു അവൻ വിചാരിക്കാത്ത രൂപത്തില് അള്ളാഹു തആല അവന് ഉപജീവനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അല്ല പറഞ്ഞു വമയ്യതവക്കൽ അലല്ലാഹ്, ആര് അള്ളാഹുവിൽ ബലമേൽപ്പിക്കുക കൂടെ ചെയ്യുന്നുണ്ടോ. അപ്പൊ അള്ളാഹിനെ സൂക്ഷിച്ച് അള്ളാഹുവിൽ ബലമേൽപ്പിക്കുമ്പോ അള്ളാഹു റിസ്ക് നൽകുന്ന നമ്മൾ ആരും വിചാരിക്കില്ല. നമ്മളുടെ കഴിവുകൾ പ്രതീക്ഷിക്കുന്നിടത്തല്ല പ്രിയമുള്ളവരെ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോ മുന്നിൽ കടലാണ്, പിന്നിൽ പട്ടാളമാണ്. പക്ഷേ കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെയുള്ള എന്റെ റബ്ബ് എനിക്ക് വഴി നയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെങ്കടൽ ഒരിക്കലും സാധ്യമാവാത്ത രൂപത്തിൽ അതിനെ പിളർത്തി അതിലൂടെ കൊടിയ ശത്രുവായ ഫിർഔനെ മുക്കിക്കൊന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വിജയം കൊടുത്ത അല്ലാഹു ഇന്ന് ഹയ്യാണ്. ആ അല്ലാഹ് ഖയ്യൂമാണ്. ആ റബ്ബിലൂടെ വരമേൽപ്പിക്കാൻ നമ്മളുടെ മനസ്സുകൾ പതറേണ്ട ആവശ്യമില്ല. കിലോമീറ്ററുകൾ ഉയരങ്ങളിലൂടെ പറന്നു പോകുന്ന പക്ഷികള് ചിറക് കരിഞ്ഞ് വീഴുമാറ് ചൂടുള്ള നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നിടത്ത് ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ എന്റെ റബ്ബുണ്ടെന്ന് ബരമേൽപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തീയിനെ അടച്ചു കളഞ്ഞ റബ്ബ് ഇന്നുമുണ്ട്. പ്രതീക്ഷകൾ നമ്മളിൽ കൈവിടാതിരിക്കാൻ ആ റബ്ബെനിക്ക് മഈശത്ത് തരും, ആ റബ്ബെനിക്ക് ഉപജീവനം തരും, ആ റബ്ബന്റെ കെട്ടഴിച്ചു തരും. അതുകൊണ്ട് റബ്ബിലുള്ള തവക്കുൽ, അള്ളാഹുവിലുള്ള വരമേൽപ്പിക്കലുകൾ നമ്മളിൽ ഉണ്ടാവണം. അവനെ സൂക്ഷിച്ചുള്ള ജീവിതം ഉണ്ടാവണം. നാലാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം തരുമ്പോ ഇല്ലാത്തതിനെ പറ്റി അള്ളാഹിനോട് ആവലാതി പറയുന്നതിലുപരി കിട്ടിയതിന് അള്ളാഹിനോടൊരു ശുക്ർ പറയാൻ, നന്ദി പറയാൻ, അങ്ങനത്തെ ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ ആരും തുടങ്ങിയിടത്തേക്ക് നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് കുറച്ച് സാമ്പത്തികമായൊരു നഷ്ടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഒക്കെ പോയി, ഒക്കെ നശിച്ചു അല്ലേ. ആ സാമ്പത്തികം നേടുന്നതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു? അവിടെ നിന്നല്ലേ പടച്ചോൻ ഇതൊക്കെ നമുക്ക് തന്നത്. അതുകൊണ്ട് അള്ളാഹിനോട് ഒരു അൽഹംദുലില്ലാ എന്ന് പറയാം, ശുക്ർ പറയാൻ. എന്നിട്ട് ഈ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ അള്ളാഹിനോടൊന്ന് ചോദിക്കാൻ അല്ലേ. അള്ളാഹിനോട് ചോദിക്കുന്ന, നന്ദി കാണിക്കുന്ന ഒന്നും വെറുതെയാവില്ല. ഒരു അൽഹംദുലില്ലാ പോലും വെറുതെയാവില്ല. ومن يشكر فإنما يشكر لنفسه, ആരല്ലാഹ്ക്ക് ശുക്ർ ചെയ്യുന്നുവോ അവന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി തന്നെയാണ് അവൻ നന്ദി ചെയ്യുന്നതെന്നാണ്. അള്ളാഹിനോട് നന്ദി കാണിക്കുമ്പോ നമ്മളുടെ സ്വന്തം ശരീരത്തിനാ നമ്മൾ നന്ദി ചെയ്യുന്നത്. അതൊന്നും വെറുതെ പോണില്ല. നിങ്ങൾ അല്ലാഹ്ക്ക് നന്ദി ചെയ്യുന്നവരാണോ
അല്ലാഹു നിങ്ങൾക്ക് വർധനവ് നൽകുന്നതാണ്. വലൈൻ കഫർതും നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബീ ലശദീദ്, എന്റെ ശിക്ഷ വളരെ കഠിനമാണെന്നല്ലാഹ്. നമ്മുടെ ശുക്ർ ചെയ്താൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. അത് മൈഷത്തുനിന്നാവണമെന്നില്ല, ആരോഗ്യമായിക്കോട്ടെ. നമുക്ക് അള്ള തരുന്ന ആരോഗ്യത്തെ, സുബഹി ജമാഅത്തിന് വീട്ടിൽ നിന്ന് പള്ളിക്ക് പോവാൻ ആ ആരോഗ്യം നമ്മൾ ഉപയോഗിച്ചാൽ അൽഹംദുലില്ലാ, അള്ളാഹു ആരോഗ്യത്തിലെ ഖുവത്ത് വർദ്ധിപ്പിച്ചു തരും, നമുക്ക് ശക്തി വർദ്ധിപ്പിച്ചു തരും. നേരെ മറിച്ച് അവിടെ അലസത കാണിച്ചാൽ, മടി കാണിച്ചാൽ എപ്പോഴാണ് ഒരു സ്ട്രോക്ക് കൊണ്ട് വീഴുന്നത് എന്ന്, തളരുന്നത് എന്ന്, പിന്നീട് ആവലാതിപ്പെട്ട് അള്ളാഹ്ക്ക് ചെയ്യാമായിരുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യങ്ങളെ പ്രിയമുള്ളവരുണ്ടാകരുത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ശുക്ർ പറയുന്നുവോ അള്ളാഹ് തരുന്ന ഗ്യാരണ്ടിയാണ്. നിങ്ങൾ അള്ളാഹിനോട് നന്ദി കാണിക്കുന്നുവോ ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാം. അള്ളാഹ് വർദ്ധിപ്പിച്ചു തരും. അതുപോലെ തന്നെ അഞ്ചാമതായി അള്ളാഹിന്റെ ഖുർആൻ പറയാണ് ഇസ്തിഗ്ഫാറാണ്, തൗബയാണ്, പടച്ചവനോട് പൊറുക്കൽ തേടലാണ്. ചെയ്ത തെറ്റുകൾ അല്ലാഹുവിനോട് ഏറ്റുപറയുന്ന അവസ്ഥകളുണ്ടോ? വഖുൽതി ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കൽ തേടിക്കോ, അവൻ ധാരാളമായി പൊറുച്ചു തരുന്നവനാണ്. തൗബയുടെ വിഷയത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അറിയോ? നമ്മൾ ചെയ്യുന്നൊരു തെറ്റ് അള്ളാഹിനോട് പറഞ്ഞാൽ നമ്മളതിന്റെ ബെനിഫിറ്റ് ആഗ്രഹിക്കുന്നതാണ്. അള്ളാഹു തആല എനിക്കെന്റെ പാപങ്ങളൊക്കെ പൊറിച്ചു തരും എന്നൊരു ബെനിഫിറ്റാണ് നമ്മൾ അതിലൊക്കെ പ്രതീക്ഷിക്കുക. അൽഹംദുലില്ലാ, അള്ളാഹ് പൊറിച്ചു തരും. നേരെ മറിച്ച് അതിലുപരി നമ്മൾ ആലോചിക്കേണ്ട ആ പ്രവൃത്തി കൊണ്ട് എനിക്ക് കിട്ടണ നന്മ എന്താണ്? എനിക്ക് അമലു സാലിഹാത്ത് കിട്ടും, അള്ളാഹു ബറക്കത്ത് തരും ജീവിതത്തിൽ. അതുകൊണ്ടാണ് അള്ളാഹിന്റെ ഖുർആൻ തന്നെ ബാക്കിയായത് ഇന്നഹു കാന ഗഫാറാ വയുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ഉപരിഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മഴ തരുന്നവനാണ്. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, അള്ളാഹു നിങ്ങൾക്ക് മക്കളെ തരുന്നതാണ്, നിങ്ങൾക്ക് സമ്പത്ത് തരുന്നതാണ്. അള്ളാഹിന്റെ അനുഗ്രഹങ്ങള് പേമാരി കണക്കെ പെയ്തിറങ്ങാൻ റബ്ബിനോട് ചെയ്ത തെറ്റുകൾ അള്ളാഹിനോട് ഏറ്റുപറയാനുള്ള മനസ്സുണ്ടോ? തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മനസ്സുണ്ടോ? തൗബയുണ്ടോ? ഇസ്തിഗ്ഫാറുണ്ടോ? അള്ളാഹു പൊറുത്തു തരുന്നതിലുപരി ബറക്കത്ത് തരുന്നതാണ്. മറ്റൊരായത്തിന് ഖുർആൻ സൂറത്ത് ഹൂദിൽ പറഞ്ഞു അനിസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേട്, സുമ്മ തൂബു, പിന്നെ അള്ളാഹിനോട് പശ്ചാത്തപിക്ക്, തൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്ക്, യുമത്തിഉകും മതാഅൻ, അള്ളാഹു തആല നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകും, ഹസന, നല്ല വിഭവം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന. ഇത് പഠിച്ചവന്റെ വാക്കാണ്. ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞിട്ട് ആവണമെന്നില്ല. അള്ളാഹിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം 70-ലധികം അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ പറഞ്ഞിരുന്നു. പറഞ്ഞ മുത്തുനബി ആരാ? മാസൂമാണ്, തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്ത പ്രവാചകനാണ്. അവിടെ നിന്നിട്ട് ആരും മാസൂമീങ്ങളല്ല. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ രഹസ്യവും പരസ്യവും ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് അപാകതകളുണ്ടോ? മനുഷ്യബുദ്ധിയാണ്. ആ തോന്നുന്ന യുക്തിക്കനുസരിച്ച് പ്രവർത്തിച്ചിട്ട് പിന്നീട് ശരി വേറൊന്നാണെന്ന് ബോധ്യപ്പെടുമ്പോൾ തിരിച്ചു കയറാൻ അവിടെ തെറ്റുകളിൽ ഉരുളുന്നവനല്ല. അള്ളാന്റെ പ്രമാണം നമ്മളോട് പറഞ്ഞത് കുല്ലുബിനി ആദമ ഖത്താ, ആദം സന്തതികളിൽ അബദ്ധങ്ങൾ ഉണ്ടാവാം, തെറ്റുകൾ ഉണ്ടാകാം. പക്ഷെ അവരിൽ ഏറ്റവും നല്ല ആളുകൾ ആരാന്നറിയോ? ആ തെറ്റുകളെ മനസ്സിലാക്കി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ, തെറ്റുകളെ ശുദ്ധീകരിക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങണമെന്നുള്ളതാണ്. ഇനി പ്രിയമുള്ളവരെ, മറ്റൊരു വിഷയം അള്ളാഹു തആല പറയുന്നത് കുടുംബ ബന്ധങ്ങളെ പുലർത്താൻ, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെക്കാൻ. നമ്മളുടെ ജീവിതത്തിൽ പ്രയാസാണോ? ഉപജീവനത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവോ? അതിനെ തരണം ചെയ്യാനുള്ള ഒരു പരിഹാരമാണ് ബന്ധങ്ങളെ ചേർത്ത് വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. നമ്മളുടെ ബാപ്പാനോട് കടമ നിർവഹിക്കാൻ ചേർത്ത് പിടിക്കാൻ, ഉമ്മാനെ ചേർത്ത് പിടിക്കാൻ, ബന്ധുക്കളെ ചേർത്ത് പിടിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മൾ കുടുംബത്തിലുള്ളത് നമ്മളുടെ കുടുംബത്തിനൊരു തണലായി മാറണം, ഒരു തണലായി മാറണം. അങ്ങനെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്ന, കുടുംബത്തിൽ ഒരാളായി മാറുന്ന, കുടുംബത്തിന്റെ ഒരു വക്താവായി മാറുന്ന. നമ്മളൊക്കെ കുറച്ചൊരു പ്രയാസം ഇങ്ങനെ വന്നാൽ എല്ലാറ്റിനും വിട്ടുമാറി മറ്റൊരു കാര്യത്തിലും ആരോടും ഇടപെടാത്ത ആളുകളായി അല്ലാട്ടോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ,
നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണ്? മൻ അഹബ്ബ അയ്യബ്സുത ലഹു ഫീ റിസ്ഖി, അവന്റെ ഭക്ഷണത്തിൽ വിശാലത വേണം എന്നവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതുപോലെ വഅയ്യൻസഅലഹു ഫീ അസരി, അവന്റെ ആയുസ്സിലെ വർധനവ് കിട്ടണം എന്നവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയസിൽ റഹിമ, അവന്റെ കുടുംബ ബന്ധങ്ങളെ അവൻ ചേർത്തുകൊള്ളട്ടെ എന്ന് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കാൻ. അതുകൊണ്ട് അങ്ങനത്തെ പ്രയാസങ്ങളിലും വിഷമങ്ങളൊക്കെ വരുമ്പോ നമ്മളൊക്കെ എല്ലാവരും ഒന്നും വിട്ടുമാറി ഒരു കാര്യത്തിലേക്കും ഞാനില്ലാതെ ആരോടും ഒരു പ്രിയമുള്ളവരെ, സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികം മാത്രമല്ലല്ലോ. സാമ്പത്തികമായി നമ്മൾ പുറകിൽ പോയാലും ശാരീരികമായി സഹായിക്കാം. ഇനി അള്ളാഹു തന്ന ഉള്ളതിൽ നിന്നും നമുക്കവിടെ ചെലവഴിക്കാൻ സാധിക്കും. അങ്ങനെ ബന്ധങ്ങൾ ചേർത്ത് വെക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ റിസ്കിൽ അള്ളാഹു തആല ബറക്കത്ത് നൽകും. നമ്മളുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു തആല ദൂരീകരണങ്ങൾ നൽകും. ഏഴാമതായി അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു, അൽ ഇൻഫാഖു ഫി സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കലാണ്. ഉള്ളതിൽ നിന്ന് നമ്മൾ ചെലവഴിക്കലാണ്. നമുക്കൊക്കെ ഒരു ധാരണ മനസ്സിലിപ്പോ ഞാൻ കുറച്ച് പ്രയാസത്തിലാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മൾ വിചാരിക്കും ഉള്ളതിൽ നിന്ന് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ കൊടുത്താല് എന്റെ ഉള്ളതും കൂടി എന്താവും, ഇല്ലാതായി പോകുമല്ലോ എന്ന് നമ്മളിങ്ങനെ പിശാച് തരുന്ന ബോധനം അതാണ്. പിശാച് തരുന്ന ബോധനം അങ്ങനെയാണ്. കാരണം അത് കൊടുക്കാനുള്ള കഴിവൊന്നും ഇപ്പൊ എനിക്കില്ലല്ലോ, മറ്റുള്ള ആളുകളൊക്കെ കൊടുത്തോട്ടെ, അതിനുള്ള കഴിവൊന്നും എനിക്കില്ലല്ലോ. പ്രിയമുള്ളവരെ, അല്ലാഹു തആല പരിഗണിക്കുന്നത് നമുക്ക് എന്തുണ്ടോ അതിൽ നമ്മൾ ചെലവഴിക്കുന്നതിനെയാണ്. ഒരുപക്ഷെ ഒരു കോടീശ്വരനായ മനുഷ്യൻ കോടികൾ ചെലവഴിക്കുന്നതിന്റെ ഈക്വൽ തൊഴിലും ചെയ്യാൻ ഒരു സാധാരണക്കാരന്റെ 1 രൂപക്ക് ഈക്വലാകുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാവും. നമ്മളിൽ എന്താണുള്ളത് അതിനനുസരിച്ച് യുദ്ധത്തിന് വേണ്ടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശേഖരിക്കുന്ന സന്ദർഭങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹു കൊടുന്നു വന്നതിന്റെ ഇരട്ടി വെക്കാനാണ് ഉമർ റളിയല്ലാഹു ശ്രദ്ധിച്ചത്. കാരണം എന്താണ്? ഇന്നെങ്കിലും എനിക്ക് ജയിക്കണം, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിലാട്ടോ മത്സരം. എനിക്ക് കൂടുതൽ കൊടുത്ത് എനിക്ക് കൂടുതൽ പുണ്യം നേടണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഉമറേ ഇനി വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും കൂടി ഉണ്ട് റസൂലെ, ഇപ്പൊ കൊടുന്ന അത്രയും കൂടി ഉണ്ട്, നേർപകുതി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇനി ആവശ്യമുണ്ടോന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അബൂബക്കറെ ഇനി വീട്ടിൽ എന്താ ഉള്ളേ? അള്ളാഹ് റസൂലല്ലാതെ ഒന്നും എന്റെ വീട്ടിലില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടെയും അബൂബക്കർ എന്നെ തോൽപ്പിച്ചല്ലോ, ഇവിടെയും അബൂബക്കർ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, നമ്മൾ കൊടുക്കുമ്പോ അള്ളാന്റെ ഖജനാവ് വിശാലാണ്, അള്ളാന്റെ ഖജനാവ് വിശാലമാണ്. അതൊരിക്കലും ചുരുങ്ങിപ്പോകും നിങ്ങൾ വിചാരിക്കണ്ട. ആ ഒരു കണ്ടന്റ് ഇസ്ലാമിൽ പല അധ്യാപനങ്ങളിലും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ആ വിഷയം ഹദീസ് ദുർബലമാണ്, ലഈഫാണ്. പക്ഷെ ആശയം പല സന്ദർഭങ്ങളിൽ ഇസ്ലാം പറയുന്നുണ്ട്, അള്ളാന്റെ ഖജനാവ് വിശാലമാണ്. ചോദിക്കാനുള്ള മടി വേണ്ട. നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ അള്ളാഹു നമുക്ക് അവിടെ നൽകും. തീർച്ചയായും പരലോകത്ത് വർദ്ധിപ്പിച്ചു തരുന്നത് പോലെ നമ്മളുടെ പ്രയാസങ്ങൾ ദുനിയാവിലും തടുക്കാൻ നമ്മൾ ഉള്ളതിൽ നിന്ന് ചെലവഴിക്കുമ്പോൾ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ കൊടുക്കുന്നത് അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന മേഖലയിൽ കൂടെ ചെലവഴിക്കുന്നതിനെ പ്രത്യേകം എണ്ണി പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്കിലുള്ള വിശാലതയ്ക്ക് വേണ്ടി, ഉപജീവനത്തിന്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നതിന്, നിങ്ങൾ നോക്കി 2 പേരുണ്ട്. 2 പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന ചെറുപ്പക്കാരൻ. 2 പേരിൽ ഒരു ബ്രദേഴ്സാണ്. ഒരാൾ ജോലിക്ക് പോവാണ്, ഒരാൾ ഇരുന്ന് ദീന് പഠിക്കാൻ. ഒരാൾ ജോലിക്ക് പോവാണ്, ഒരാൾ ദീന് പഠിക്കാൻ. അപ്പൊ ജോലിക്ക് പോകുന്ന ആൾ അധ്വാനിച്ചു കൊണ്ടുവരുന്നു, മറ്റേ ആൾക്ക് ചെലവിന് കൊടുക്കുന്നു. അദ്ദേഹം ഇരുന്ന് ഇൽമ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ, റസൂൽ എന്നും ജോലിക്ക് പോകുന്നവൻ ഞാന്, ഇദ്ദേഹം ഇരുന്ന് ഇങ്ങനെ ഇൽമ പഠിക്കുന്നുണ്ട്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ലക തർസുഖു ബിഹി, അതുകൊണ്ടായിരിക്കാം അല്ലാഹു തആല നിനക്ക് റിസ്ക് നൽകുന്നത്, അതുകൊണ്ടായിരിക്കാം അല്ലാഹു നിനക്ക് ഉപജീവനങ്ങൾ നൽകുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് ഒരുപക്ഷെ ഖുർആനിന്റെ ഹിഫ്ള് പഠിക്കാൻ കഴിഞ്ഞോളന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്റെ മകനെങ്കിലും അങ്ങനെ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ലെവൽ നമ്മുടെ മക്കൾ വരുന്നില്ലെങ്കിൽ സമൂഹത്തിൽ അനാഥരുണ്ട് പ്രിയമുള്ളവരെ, സമൂഹത്തിൽ നിർദ്ധരുണ്ട് പ്രിയമുള്ളവരെ. പഠിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള മക്കളുണ്ട്, സമ്പത്തില്ലേ അവരുടെ കയ്യില്. ഒരു കുട്ടിയെ ദത്തെടുക്കാൻ കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അതിന്
അതിന്റെ ബറക്കത്ത് അല്ലാഹു തആല നൽകുന്നത് നമ്മളുടെ റിസ്ഖിലായിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം അല്ലാഹുവിന്റെ ദീൻ നമ്മളോട് പറയുന്നത്, പ്രയാസങ്ങളുണ്ടോ, സന്നിഗ്ധ ഘട്ടങ്ങളുണ്ടോ, അവിടെ തീർച്ചയായും അല്ലാഹുവിനോട് മാനസികമായി അടുക്കാൻ, പ്രാർത്ഥനകളെ ഒരിക്കലും കൈവിടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവരുത്. നിരന്തരമായ പ്രാർത്ഥനകൾ ഉണ്ടാവാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി വൽ ബുഖ്ലി വൽ ഹറമി വഅദാബിൽ ഖബർ. പ്രിയമുള്ളവരെ, അവിടുന്ന് പ്രയാസങ്ങളിൽ നിന്ന്, അശക്തതകളിൽ നിന്ന്, അലസത പിടികൂടുന്നതിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, വാർദ്ധക്യത്തിൽ നിന്ന്, ഖബറിന്റെ അദാബുകളിൽ നിന്ന്, കടബാധ്യതകളിൽ കടന്നു വരുന്നതിൽ നിന്ന്, ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ രക്ഷ ചോദിക്കാൻ, അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തരികയാണ്. കരങ്ങളെ ഉയർത്താൻ നമ്മളിങ്ങനെ ഓടുന്നുണ്ട്, പക്ഷെ എന്റെ റബ്ബിനോടൊന്ന് പറയാൻ, എന്റെ അള്ളാഹിനോടൊന്ന് ചോദിക്കാൻ, എല്ലാം കേൾക്കുന്ന റബ്ബ്, അവനല്ലേ പരിഹാരം കാണേണ്ടത്. ആ റബ്ബിനോട് ചോദിക്കാൻ, ദുആ ഉണ്ടാവാൻ, ഏത് സന്നിഗ്ധ ഘട്ടങ്ങളിലും നോക്കേ, ഏറ്റവും വേദന വരുമ്പോഴും എത്ര കാലം പ്രാർത്ഥിച്ചാലും മക്കളില്ലാണ്ട് പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോയിട്ടും സക്കരിയ അലൈഹിസ്സലാം പറഞ്ഞ വാക്കില്ല, റബ്ബേ വഹനിൽ അളമു മിന്നി വസ്സഅല റഅസു ശൈബി, എന്റെ മുടി നരച്ചു, അതുപോലെ എന്റെ എല്ലുകളൊക്കെ ദുർബലമായിട്ടുണ്ട്. വക്കാനത്തി ഇംറാഅത്തി ആഖിറ, എന്റെ ഭാര്യ വയോവന്നികയായി. ഇത്ര കാലം പ്രാർത്ഥിച്ചിട്ടും അദ്ദേഹം ഒരു നന്ദികേടിന്റെ വാക്കില്ലാതെ പറഞ്ഞ വാക്ക്, വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ്യ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കിട്ടിട്ടില്ല അല്ലാ. അങ്ങനെ ചോദിക്കാൻ, എല്ലെന്ന് മാംസം ഇങ്ങനെ ഉതിർന്നു വീഴുന്നൊരു രോഗം. ഡമസ്കസ് കൊട്ടാരത്തിന്റെ രാജകുമാരൻ ജീവിക്കേണ്ടി വരുന്നത് തെരുവില്, എല്ലാ സൗഭാഗ്യങ്ങളും പോയി, മക്കളാ ഒരു സൈഡിൽ മരിച്ചു പോവാ, ദാരിദ്ര്യം പ്രയാസമുണ്ട്. പക്ഷേ എന്നിട്ടും ആ പ്രവാചകൻ രോഗം അല്ല മാറ്റിക്കൊടുക്കുന്ന ലാസ്റ്റ് മോമെന്റ് സൂറത്ത് അംബിയായിലെ 84-ാമത്തെ ആയത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർ, എനിക്കാകെ പ്രയാസം ബാധിച്ചിരിക്കുന്നു അല്ല, നീ ആരാണ്? വാൻച അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല കാരുണ്യവാനാണ്. അതുകൊണ്ട് തന്റെ രോഗം അല്ലാഹുവിനോട് പറയാനുള്ള ഒരു മനസ്സ്. പിന്നെ നമ്മൾ വിചാരിക്കും, ഞാൻ കുറെ കാലം പറഞ്ഞില്ലേ, പടച്ചോൻ ഇതിനൊന്നും എനിക്കൊരു ഉത്തരം തരുന്നില്ലല്ലോ, അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചോ, അല്ലാഹു ഉത്തരം തരും, അത് ഉറപ്പാണ്. കാരണം ഖുർആന്റെ നസ്സാണ്. അല്ലാഹ് സൂറത്ത് ബഖറയിലെ 186-ാമത്തെ ആയത്തിൽ പറഞ്ഞൊരു വാക്കാണ്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ വളരെ അടുത്തുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ല. പക്ഷെ എങ്ങനെയാ ഉത്തരം കിട്ടുക? റസൂലുള്ളാഹി പറയാ, 3-4 രീതിയിൽ അല്ലാഹു തആല ഉത്തരം നൽകുന്ന, ഒന്നുകിൽ ചോദിക്കുന്ന കാര്യം നേർക്കുനേരെ കിട്ടും, അല്ലെങ്കിൽ മറ്റൊരു വിപത്തിനെ തടുത്തുകൊണ്ടായിരിക്കാം അല്ലാഹു തആല നമുക്ക് ഉത്തരം നൽകുന്നത്. നിങ്ങൾ ആലോചിക്കണ്ടോ, നമ്മൾ ചോദിച്ച എന്താണ്? എൻ്റെ ഇപ്പോഴത്തെ പ്രയാസം ദൂരീകരിച്ച് തരാന്ന്. ഒരുപക്ഷെ അല്ലാഹു തആല നമുക്ക് കാലാകാലം ഒരു രോഗത്തിന്റെ പ്രയാസത്തിലേക്ക് വരുന്ന ഒരു വിപത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇതിന് അല്ലാഹ് ആ രീതിയിൽ ഉത്തരം നൽകാം. ഒരു ആക്സിഡന്റിനെ തടുത്ത് അല്ലാഹു തആല ഉത്തരം നൽകാം, ഒരു ക്യാൻസറിനെ തടുത്ത് അല്ലാഹു ഉത്തരം നൽകാം, പല രീതിയിലും അല്ലാഹു തആല ഉത്തരം നൽകാം. മൂന്നാമത് അയ്യദ്ദഖിറഹു ഇലൽ ആഖിറ, പരലോകത്തേക്ക് മാറ്റിവെച്ചിട്ടായിരിക്കാം അല്ലാഹു ഉത്തരം നൽകുക. നമ്മൾ ഈ ചോദിക്കണേന്റെ ഒക്കെ ഉത്തരമുണ്ട്, അതൊക്കെ പ്രതിഫലമായി പരലോകത്തേക്കായിരിക്കും. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, ഇതന്നെ കസൂർ, എങ്കിൽ ഞങ്ങൾ അധികരിച്ച് ചോദിക്കും. മുത്തുനബി പറയും, അല്ലാഹു അക്തർ, അല്ലാഹു നിങ്ങൾക്ക് അധികരിപ്പിച്ച് തരുന്നവനാണ്, ചോദിക്കുക. പക്ഷെ പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും അള്ളാനെ മടുക്കരുത് കേട്ടോ, അള്ളാനെ മടുക്കരുത് കേട്ടോ. കുറെ കാലമായി വീട് വെക്കണം എന്ന് ആഗ്രഹിക്കണം, പണി മുന്നോട്ട് പോണില്ല, തടസ്സങ്ങൾ വരാൻ, ഉടനെ നമ്മൾ ഓടി പെട്ടെന്ന് വീട് പണി നടക്കാൻ സിദ്ധന്മാരുടെ അടുക്കലേ. അതുപോലെ തന്നെ വ്യാജസിദ്ധൻ എന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാ സിദ്ധന്മാരും വ്യാജമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രത്യയ ശാസ്ത്രം ഇല്ല, അതുകൊണ്ട് എല്ലാവരും വ്യാജമാണ്. കണിക്കന്മാരുടെ അടുക്കെ, ജ്യോത്സ്യന്മാരുടെ അടുക്കെ. എന്നിട്ട് വിശ്വാസമില്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവരെ, ഉപജീവനത്തിനോടുന്ന വാഹനത്തിന്റെ മേലെ പോലും പടച്ചോനിലെ തവക്കുൽ ചെയ്യാനുള്ള മനോധൈര്യം ഇല്ലാതെ ഒരു പട്ടുകൊണ്ടുവന്ന് സ്റ്റിയറിംഗിന്റെ താഴെ കെട്ടിവെച്ച് ഇതിനൊരു ആക്സിഡന്റ് സംഭവിക്കാതെ പ്രിയമുള്ളവരെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞൊരു വാക്കില്ലേ, അല്ലാഹു ബിസ്മില്ലാഹി തവക്കൽ
തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ നിന്നിൽ ഞാൻ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ആ ഈമാൻ എവിടെ പോയി? പ്രിയമുള്ളവരെ, നമ്മളുടെ കയ്യിലെ രോഗം വരാതിരിക്കാൻ, ഇനി വല്ലാതെ പിടികൂടുമെന്നറിയാൻ കയ്യിന്റെ മേലെ ചരട് വെക്കുന്നവരെ. ഹുദൈഫ റളിയല്ലാഹു അൻഹു രോഗിയെ കാണാൻ വേണ്ടി ചെന്നു. രോഗിയുടെ കൈത്തണ്ടയിൽ തടവുമ്പോ ഫൈദാ ഫീഹി ഖൈതുൻ, കയ്യിൽ ചരട്. ഖാല മാ ഹാദാ, ഇതെന്താ? ഷൈഉൻ റുഖിയ ലി ഫീ, ഇതിൽ എനിക്ക് രോഗശമനമുണ്ട്, അതിനു വേണ്ടി മന്ത്രിച്ച് കെട്ടിയതാണ്. ലൗ മിത വഹുവ അലൈക മാ സല്ലൈതു അലൈക, ഈ ചരട് കൊണ്ട് നീ മരിച്ചാൽ നിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കൂല എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു. അതിനപ്പുറം എന്താ വേണ്ട? പ്രിയമുള്ളവരെ, ഇസ്ലാമിൽ മന്ത്രമുണ്ട്, മന്ത്രവാദമില്ല. ഇസ്ലാമിൽ മന്ത്രമുണ്ട്, മന്ത്രവാദമില്ല. ഇതിനെ വേർതിരിച്ചു മനസ്സിലാക്കുക. അവിടെ പോയ കാര്യം നടക്കും, ഇവിടെ പോയ കാര്യം നടക്കും. എന്തിന് പ്രിയമുള്ള ഒരു കുട്ടീനെ അല്ലാഹ് തരാതിരിക്കുമ്പോ, ഗുരുവായൂരമ്പലത്തിന്റെ തുലാഭാരത്തിന്റെ ത്ലാസിലെ വെണ്ണ കൊണ്ട് തുലാഭാരം നടത്തുന്ന ഹാജിയാമാരെ വരെ കണ്ട നാട നമ്മളുടെ ഈ നാടെങ്കിൽ അള്ളാഹുവിനുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടോ? അതുകൊണ്ട് ചോദിക്കാൻ, പറയാൻ, ഉത്തരം നൽകാൻ, എല്ലാം കാണാനും കേൾക്കാനും അറിയാനും ഉത്തരം നൽകാനും കഴിവുള്ള നമ്മളുടെ ഹൃദയത്തിന്റെ ആന്തോളനങ്ങളുടെ സ്പന്ദനങ്ങളെ ഏഴാനാകാശത്തിനപ്പുറത്ത് വിവരമറിയുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കുണ്ട് എന്ന ബോധ്യമാണ്. അവനേക്കാൾ കേൾക്കുന്നവനില്ല, അറിയുന്നവനില്ല, ഉത്തരം നൽകുന്നവനില്ല എന്ന വിശ്വാസമാണ്. അൽഹംദുലില്ലാഹ്, ആ റബ്ബിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിട്ടുമാറി നന്മയിൽ ഒരു വിജയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ രണ്ടാമത്തെ ഖുത്ബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താറുള്ളത്, നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആളുകളായിരിക്കാം. അള്ളാഹ്ക്ക് വേണ്ടി ഒരു വക്ത് വിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് നല്ല വേദനയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഒരു മടിയും അലസതയും നമ്മളെ പിടികൂടാ ഏത് സന്ദർഭത്തിലെന്നറിയും. നിസ്കാരം പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. അപ്പോൾ ളുഹറാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇനിയും സമയമുണ്ടല്ലോ, ഒന്ന് ജുമാ കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുമ്പോഴത്തേനും അസർ ബാങ്ക് കൊടുക്കുമ്പോൾ ഇനിയും സമയമുണ്ടല്ലോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ ഏറെ ഗൗരവത്തിലെടുക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാൻ, അദ്ദേഹം ഇത് പറയാനുള്ള ഒരു സന്ദർഭമുണ്ട്. അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ഒരു യാത്രാ സംഘം കടന്നു വന്നു. അവർ വന്ന് അദ്ദേഹത്തിന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവര് അസറിന്റെ സമയം കടന്നു, നിസ്കരിച്ചിട്ടില്ല. അപ്പൊ അവര് ഇനിയും സമയമുണ്ടെന്ന് കരുതി, നിസ്കരിക്കാൻ കുറച്ചുകൂടെ സമയമുണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവരോട് പറയാണ്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, ഇത് മുനാഫിക്കിന്റെ നിസ്കാരം, മുനാഫിക്കിന്റെ നിസ്കാരമാണ്. എന്നിട്ട് അവിടെ പറയും, യജ്ലിസു യർഖബു ശംസു ഹത്താ ഇദാ കാനത് ബൈന ഖർനൈ ശൈത്വാൻ ഖാമ ഫനഖറ അർബഅൻ ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല. അവരിങ്ങനെ കാത്തിരിക്കും, ഇനിയും സമയമുണ്ടല്ലോ പറഞ്ഞ് കാത്തിരിക്കുന്ന നിസ്കാരം. അവിടുന്ന് പറഞ്ഞു, എന്നിട്ട് കാമ നിസ്കരിക്കുന്നത് ഫനഖറ അർബഅ, 4 തവണ ഇങ്ങനെ കൊത്തുന്ന പോലെ. നമ്മുടെ നാടൻ പ്രയോഗത്തിൽ നമ്മൾ പറയില്ലേ, കോഴി നെല്ല് കൊച്ചുന്ന പോലെ, അതേ പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കാൻ, നഖറ കൊച്ചെടുക്കുക, പക്ഷികൾ ഇങ്ങനെ കൊത്തണ പോലെ നിസ്കരിക്കും. ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല, ഒരൽപ്പമല്ലാതെ അല്ലാഹുവിനെ സ്മരിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം എന്താ? നമ്മളിങ്ങനെ പിന്തിപ്പിച്ചു പോവും, ഇനി സമയമുണ്ടല്ലോ എന്ന് കരുതി കാത്തിരിക്കും. അവസാനം മഗ്‌രിബിനോട് അങ്ങോട്ട് ലാസ്റ്റ് ടൈമിലേക്ക് എത്തുമ്പോൾ വേഗം പോയിട്ടൊരു 4 റക്അത്ത് അസ്ർ നിസ്കരിക്കുമ്പോൾ കോഴി നെല്ല് കൊത്തുന്നത് പോലെ അള്ളാഹിനെ സ്മരിക്കാനും പെട്ടെന്നുള്ള റുക്കൂഉം പെട്ടെന്നുള്ള സുജൂദുകളും ആത്മാർത്ഥമായൊരു നിസ്കാരം നമ്മളിൽ ഉണ്ടാവില്ല. അസ്സലാത്തു ഫീ അവ്വലി വഖ്തിഹാ, സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്തിപ്പിക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് സഹോദരിമാരും ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തണം. അലസതയുണ്ടാവരുത്. പിന്നെ എളുപ്പവഴികളെ തേടി യാത്ര ചെയ്ത് ളുഹർ നിസ്കാരം, ളുഹറിന്റെ ലാസ്റ്റ്
ലാസ്റ്റ് സമയത്ത് നിസ്കരിച്ച് അപ്പം തന്നെ വെയിറ്റ് ചെയ്ത് ഉടനെ തന്നെ പിന്നെ ഇഖാമത്ത് കൊടുത്ത് അസറും കൂടെ നിസ്കരിക്കാതെ പറയുന്ന ഉമ്മമാരെടുക്കുന്ന സമീപനവും ഇസ്ലാമിൽ അനുവദനീയമല്ല. കാരണം അത് വക്തിലുള്ള നിസ്കാരമല്ല, ഇളവിന്റെ രൂപമാണ്. ജംഉ സുവരി, ഒരു നിസ്കാരം അതിന്റെ അവസാന സമയത്തും അടുത്ത നമസ്കാരം അതിന്റെ ആദ്യ സമയത്തും ചേർത്ത് നിസ്കരിക്കുന്നത് ജംആണ്. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അലസമായി മടിയായി നിസ്കാരത്തെ വൈകിപ്പിക്കുമ്പോൾ പിന്നെ വ്യക്തമായി നിസ്കരിക്കാൻ കഴിയാതെ വരുമ്പോൾ അതൊരു മുനാഫിഖിന്റെ നിസ്കാരത്തിലേക്ക് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായി ഒരു സഹായം ഒരു മസ്ജിദിന്റെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ കരുതണം. താനൂര് കടപ്പുറത്ത് നിർമ്മിക്കുന്ന പള്ളിക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, താനൂരറിയാം, കടപ്പുറം നമുക്കറിയാം. മീൻ പിടിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു പള്ളി എന്നുള്ള സ്വപ്നത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്നത് അടുത്ത വെള്ളിയാഴ്ചയിൽ നമ്മൾ കരുതി വരിക. മനസ്സിലൊരു നിയ്യത്തുണ്ടാവുക, കൊടുക്കാൻ തൗഫീഖ് ഉണ്ടാവണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അതിലുപരി എനിക്ക് അള്ളാഹിന്റെ അടുക്ക സ്വർഗത്തിൽ ഒരു വീട് വേണമെന്ന ഒരു നിയ്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് പോകണം, കരുതി വരണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ പരലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ സഹോദരൻ വളരെ വലിയ പ്രയാസങ്ങളിലൂടെ ഇവിടുന്ന് പിന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്ന ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള സർജറിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ ആജിൽ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മറ്റൊരു മോനും കണ്ണുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി പ്രയാസങ്ങളും സർജറികളുമായി അള്ളാഹു തആല അവർക്കൊക്കെ ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവേ ശിഫ ആജിൽ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഒരുപാട് പ്രയാസങ്ങളിലൂടെ കഴിയുന്ന ആളുകളുണ്ടല്ല. അള്ളാഹുവെ എന്തിനും കഴിവുള്ള ഖദീറായ റബ്ബെ ദൂരീകരിച്ചു നൽകണേ അല്ലാഹ്, ദൂരീകരിച്ചു നൽകണേ അല്ലാഹ്. അള്ളാഹുവെ കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹയോടെ ഒരു ഇടപാടുകൾക്കും ഹക്കുകൾക്കും വാക്കുകൊണ്ടും സൃഷ്ടികളോട് ബാധ്യതകളെ ബാക്കി വെക്കാതെ ഇവിടെ പറയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുസ്ലിമീന في فلسطين. اللهم انصر إخواننا المسلمين المضاعفين والأبرياء في فلسطين وفي غزة وفي لبنان. اللهم كن لهم نصيرا ولا تكن عليهم. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم افتح المسجد الأقصى. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.